പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ചെടീൻ്റെ വിശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. ഞാൻ ഈ ഒരു കുളത്തിൻ്റെ ചുറ്റോറുള്ള റെഡ് പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ചെറിയ കട്ടിങ് ഇങ്ങനെ ചെയ്തിട്ട് ഈ കുളത്തിൻ്റെ ചുറ്റുഭാഗം അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് ചെറിയ പീസുകളാണ് ഇതിൻ്റെ നമ്മൾ നടുൽവശമായിട്ട് എടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഇതിന് കിഴങ്ങൊന്നുമല്ല, ചെറിയ കഷ്ണങ്ങളാണ് ഇതിന് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത്. ഇതിൽ ഈ തലഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാം മണ്ണ് കിളച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇത് നട്ടു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നടുന്നതെന്നും എങ്ങനെയാണ് മണ്ണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുളത്തിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ വെക്കുമ്പോൾ ഈ രണ്ട് കളറ് പച്ചയും കൂടി ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇല എപ്പോഴും ഇങ്ങനെ തന്നെ നല്ല റെഡ് കളറായിട്ട് വെക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പേര് തന്നെ റെഡ് പ്ലാന്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ എടുത്ത് നമ്മൾ ഈ ബുഷ് ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത്. അതൊരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ വെട്ടി ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് ഇത് കൊണ്ടുപോകണം, എന്നാലേ ആ ഭംഗി കിട്ടുള്ളൂ. ഈ റെഡ് പ്ലാന്റ് വല്ലാതെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള കളകളൊക്കെ ഇറക്കി നമ്മൾ നീക്കി കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നട്ടിട്ട് ഇപ്പോൾ ഒരു 8 ദിവസമായിട്ടുള്ളൂ കേട്ടോ. 8 അല്ല 9 ദിവസമായി. ഇപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്, ഒരൊറ്റ പീസ് പോലും ഇത് പോയിട്ടില്ല കേട്ടോ. നല്ല ഇത് എല്ലാ പീസുകളും ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ നടുന്നതൊക്കെ പിടിക്കും എന്നുള്ളതാണ്. അത് ഒന്നും ഉണങ്ങി പോവേ പിടിക്കാതിരിക്കുക ചെയ്യില്ല കേട്ടോ. എല്ലാം അത് പിടിച്ച് വരും. ഇത് ഉണ്ടാകുമ്പോൾ തന്നെ നല്ല റെഡ് കളർ ഉണ്ടാവില്ല കേട്ടോ. ഒന്നും കണ്ട് പിടിച്ച് ആവുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള സ്വാഭാവികമായിട്ടുള്ള കളർ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡും ആന്തൂറിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡുമ്പോൾ എല്ലാ ഇതിലും ഏകദേശമൊക്കെ പൂവായിട്ടുണ്ട്, ചിലതിന് മുട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തൂക്കിച്ചട്ടിയിൽ നമ്മൾ ഇവിടെ ഇന്നലെ കുറച്ച് തൂക്കിച്ചട്ടിയിൽ കുറച്ച് ചെടികൾ പുതുതായിട്ട് തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു 7 ചട്ടിയാണ് നമ്മളിത് പുതിയതായിട്ട് തൂക്കിയിട്ടുള്ളത് കേട്ടോ. അതൊക്കെ പുതിയതായിട്ട് തൂക്കിയതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വീടിൻ്റെ 3/4 ഭാഗം നമ്മളിപ്പോൾ ഇതിങ്ങനെ, മുക്കാലില്ല കേട്ടോ, പകുതി ഭാഗം നമ്മൾ തൂക്കി ചട്ടി വീടിൻ്റെ ചുറ്റും നമ്മളിത് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-60 ചട്ടിയിൽ കൂടുതൽ തൂക്കിയിട്ടുണ്ട്. ഒരു വീടിൻ്റെ ഒരു പകുതി തന്നെ അല്ല, ഒരു 1/4 തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പല ഇതുണ്ട്. ഇതിൽ ഇങ്ങനെ ഇതുണ്ടല്ലേ, ഈ ഭാഗത്തൊക്കെ ഫുള്ള് നമ്മൾ തൂക്കിയാട്ടിയായിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. മുകളിൽ ഇതിന് കയറുകൊണ്ട് തൂക്കിയിട്ടിട്ടുള്ളതാണത്. പിന്നെ അതിൻ്റെ ആ ഒരു നെറ്റും ഉണ്ട് കേട്ടോ. ആ നെറ്റുമ്പോൾ പിന്നെ നീളം പാകാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നനക്കാനൊക്കെ സുഖത്തിന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡും ആന്തൂറിയും വെച്ചിട്ടുള്ളത്. ഇത് എല്ലാം ഒരു സൈഡിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. വേറെ വെച്ചിട്ടില്ല. ആന്തൂറിയും ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നമ്മളിവിടെ ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പൂവ് എല്ലാത്തിലും പൂവൊന്നും വന്നിട്ടില്ല, എന്നാലും ഏകദേശം ഇങ്ങനെ പൂവ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇത് കാണിച്ചത് നമ്മളടുത്തൊരു 4 കളറാണ് ഇതുള്ളത് കേട്ടോ. ഓരോന്നും ഓരോ വ്യത്യസ്ത കളറുകളാണ്. ഇത് വേറൊരു റോസ് കളറാണ്. ക്യാമറയിൽ ഇതിൻ്റെ സ്വാഭാവിക കളർ കിട്ടണില്ല കേട്ടോ. പിന്നെ ഇത് മഞ്ഞ കളറാണ്. അപ്പോൾ
പിന്നെ ഇവിടെ ഞങ്ങൾ ഇത് തന്നെയില്ലേ ഈ ആമ്പൽ ഒരു ചെറിയൊരു ബക്കറ്റിലാണിത് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ അസോള ഇട്ടിട്ടുണ്ട് കേട്ടോ. അസോള ഒരു പിന്നെ നമ്മൾ പിന്നെ വളത്തിനൊക്കെ വേണമെങ്കിൽ കോഴികൾക്കൊക്കെ തീറ്റായിട്ട് കൊടുക്കാം. മറ്റ് കോഴിയില്ല. പിന്നെ അതുപോലെ നമ്മൾ ഈ ചെടീൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു തണുപ്പിന് അത് നല്ലതാണ്. വളമായിട്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കട്ടോ. പിന്നെ അതുപോലെ വേണ്ടില്ല നമ്മൾ ബോഗൺവില്ല മഞ്ഞ ഇതുപോലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പൂക്കൾ എല്ലാത്തിനും പൂക്കളുണ്ട്. ഇത് മഞ്ഞയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ചെടിമ കണ്ടില്ലേ, ഇതെപ്പോഴും ഈ ഭാഗത്തോട്ട് ആണ് ഇത് വരിക കേട്ടോ. ആ വെയിലിൻ്റെ പിന്നെ അഭിമുഖമായിട്ടാണ് ഈ പൂ വിരിയാറുള്ളത്. പിന്നെ ഇതുണ്ടല്ലോ, ഇതൊരു ബോഗൺവില്ലാണ്. ബോഗൺവില്ല നമ്മൾ പിന്നെ എല്ലാ ബോഗൺവില്ലും ഇവിടെ പിന്നെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഈ പിന്നെ വീടിൻ്റെ പിന്നെ മുറ്റത്തിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ചെടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒക്കെ ചട്ടികളാണ് കേട്ടോ. ഒന്നും നിലത്ത് നമ്മൾ കുറച്ച് ചെടികൾ നമ്മൾ നിലത്ത് പിന്നെ നട്ടിട്ടുള്ളൂ. നിലത്ത് നടുമ്പോൾ പറഞ്ഞാൽ അമിതമായിട്ടാണ് വളർന്ന് നമുക്ക് കെയർ ചെയ്യാതെ വലിയ മരങ്ങളാവും കേട്ടോ. അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ചട്ടിയിലാവുമ്പോൾ പറഞ്ഞാൽ എന്നും നനക്കണം. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നമ്മളെന്നും നനച്ച് കൊടുക്കണം. നിലത്താകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ചാലും മതി. നിലത്ത് നമ്മൾ നടുമ്പോൾ അത് നമുക്ക് ഡെയിലി നനക്കണം. ഒരു ദിവസം പിന്നെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചെടി പറ്റ വാടി അതിൻ്റെ വളർച്ച തന്നെ ബാധിക്കും കേട്ടോ. നമ്മൾ ഡെയിലി നനക്കണം. അതാണ് ഇതിൻ്റെ ഈ ചട്ടിയിലുള്ളതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഈ പിന്നെ മുറ്റത്തിൻ്റെ 2 സൈഡിലും അല്ല 4 സൈഡിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ചുറ്റുഭാഗത്തും ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ വീടിനോട് ചാരിയിട്ടും ഒക്കെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ പിന്നെ മെയിൻ എൻട്രൻസിൻ്റെ ആ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഓരോ ചാരിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടത് ഈ ഭാഗത്ത്. പിന്നെ നമ്മുടെ ചെടി നമ്മൾ വെയിൽ ഈ മരത്തിൻ്റെ തണൽ വരുന്നതുകൊണ്ട് അത്ര ഒരു ഉഷാറായിട്ടില്ല കേട്ടോ. എന്നാൽ ഈ പൂച്ചെടിയൊക്കെ നല്ല പിന്നെ കട്ടായിട്ട് വളരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് ഈ പൂച്ചെടി വളരുന്നുണ്ട്. ഇതൊക്കെ ഇനി കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്നായിട്ട് നിരത്തി വെച്ചിട്ടുള്ളതാണ്. ഇത് ബിഗോണിയാണ് ഇവിടെ ഉള്ളത്. ബിഗോണിയ പിന്നെ നമ്മളടുത്ത് പല കളറ് ബിഗോണിയുണ്ട് കേട്ടോ. നമ്മൾ ഈ പോർച്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുള്ള ഈ ചേമ്പ് പിന്നെ വെയിലൊന്നും ഇഷ്ടപ്പെടാത്ത ചെടികളൊക്കെയാണ് ഇത് നമ്മൾ ഈ പോർച്ചിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. വെയിലുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോക്ക് വലിയൊരു പ്രശ്നം തന്നെ ആവും. അപ്പോൾ ഈ സമയത്താണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. ഇവിടെയാണ് നമ്മൾ പിന്നെ ഈ അഗ്ലോണിമൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പന ഇതുണ്ട് വെച്ചിട്ട് അത് ഈ വലിയൊരു ചട്ടിക്ക് മാറ്റണം. അത് എന്നാലും അതിൽ തൈകൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അഗ്ലോണിമ ഫുള്ള് ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ പിന്നെ നമുക്ക് നല്ല വെയിലാണ്. പിന്നെ പോർച്ചിൽ ഇങ്ങനെ ഈ സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്ന സമയം കൊണ്ട് പോർച്ചിലും നല്ല വെയിലായിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് വെയിലായിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വെയിൽ നമുക്ക് വേണം. നല്ല പിന്നെ ചെടി കുറഞ്ഞ ഈ അഗ്ലോണിമക്ക് കുറച്ച് വെയിൽ വേണം കേട്ടോ. ഫുള്ള് തണലായിട്ടുണ്ടെങ്കിലും അതൊരു വിഷയമാണ്. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് കണ്ടില്ല പിന്നെ ഇവിടെ CC പ്ലാന്റും ഈ പിന്നെ ഇതൊരു തീരെ വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് കേട്ടത്. ഇത് പിന്നെ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ല ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ. പിന്നെ അതങ്ങാണ്ട് ഇതുപോലെ പച്ച കളറായിട്ട് മാറും കേട്ടോ. പിന്നെ ഇതെന്താണ് ആവുകയെന്ന് നമുക്ക് കണ്ടറിയുന്നതാണ്. എന്തൊരു ശരിക്കൊരു ധാരണ നമുക്ക് ഇല്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ പിന്നെ ബിഗോണിയ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ല ഈ ഒരു പിന്നെ അഗ്ലോണിമയാണ് കേട്ടോ. നല്ല കളറുണ്ട്. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ പിന്നെ ഒരുപാട് കളറ് പിന്നെ അഗ്ലോണിമ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഈ ഒരു ഇലച്ചെടി കണ്ടില്ലേ, ഇത് പിന്നെ ഒരുപാട് ദിവസമായിട്ട് ഇത് പിന്നെ 2-3 മാസമായി ഇത് ഉണങ്ങിയിട്ട് ഇങ്ങനെ ചട്ടി വെറുതെ കാലിയായി കിടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടായി നല്ലൊരു ഭംഗിയുള്ളൊരു ഇലയാണ് ഇതിൻ്റെ കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ നനച്ച് കൊടുത്തിട്ട് ആ വെള്ളത്തുള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരു തൈയല്ല 2 തൈയുണ്ട്. ഒന്നിപ്പോൾ വെറുതെ ഒന്ന് വന്നതാണ്. അത് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഇത് നിലനിർത്തുക കേട്ടോ. ഇത് 6 മാസം ഉണങ്ങിയിട്ട് 6 മാസം ഇങ്ങനെ പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ഈ റെഡ് പ്ലാന്റ് നമ്മൾ തണലത്ത് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ കളർ ഇങ്ങനെ ആയത് കേട്ടോ. പിന്നെ നമ്മൾ നല്ല വെയിൽ കൊള്ളുന്നിടത്താകുമ്പോഴാണ് ഇതിൻ്റെ സ്വാഭാവിക കളർ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ബോഗൺവില്ലുണ്ട്, അതുപോലെ തന്നെ പിന്നെ അടീനിയുണ്ട്, പിന്നെ കുറച്ച് ഇലച്ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഇലച്ചെടികൾ ഈ മുൻഭാഗത്താണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. വേണ്ടിയില്ല, ഈ ഭാഗത്തും നമ്മളിങ്ങനെ വെച്ചതാണ് കേട്ടോ. ഈ അടീനിയം, അതുപോലെ തന്നെ ഇലച്ചെടി. പിന്നെ ഈ അടീനിയത്തിൻ്റെ പൂക്കൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഈ അടീനിയം. ഇത് പിന്നെ നമ്മൾ പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ചെറിയ തൈകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പറിച്ചൊരു പിന്നെ ചട്ടിക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല, വെള്ള പിന്നെ ഈ ബോഗൺവില്ലയാണ് കേട്ടോ. വെള്ള ബോഗൺവില്ല, അത് ഈ ചെടി ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് പറ്റ പൂതലായി നാശമായി നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്കിത് കൊള്ളിയൊക്കെ എടുത്ത് ഒന്ന് നിർത്തി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ വിമർശനങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.